ഹലോ, എനിക്കിന്നൊരു 8 to 4 ഡ്യൂട്ടിയുള്ള ദിവസമായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 4:45 ആയപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വന്ന് കയറിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഫ്രീ ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം മീൻ പിടിക്കാൻ പോയാലോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആവട്ടെ, മക്കൾ കുറച്ച് ദിവസമായി മീൻ പിടിക്കാൻ പോകണം എന്ന് പറഞ്ഞിരിക്കണം. എൻ്റെ മൂഡൊന്നും ശരിയല്ല, ഞാൻ മൈൻഡൊന്ന് സെറ്റായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നെ ആവട്ടെ, കുറേ നേരം ഇങ്ങനെ വിഷമിച്ചിരുന്നുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്കൊന്നും നേടിയെടുക്കാനില്ല എന്ന് എനിക്കും തോന്നി. എന്നാൽ പിന്നെ ഞാൻ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മക്കളും നമ്മുടെ ചുറ്റുമുള്ളവരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്തിനാ നമ്മളായിട്ട് മറ്റുള്ളവരുടെ സങ്കടം കൂടിയും മറ്റുള്ളവരും കൂടി നമ്മൾ സങ്കടത്തിലാക്കുന്നത് എന്തിനാണെന്ന് ഞാനും വിചാരിച്ചു. എന്നാൽ പിന്നെ ഒരുമിച്ച് മീൻ പിടിക്കാൻ പോകാമെന്നുള്ളൊരു ധാരണയിൽ ഞങ്ങൾ 6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഞങ്ങൾ മീനുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ടാണ് കേട്ടോ അതിൻ്റെ മിക്സിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു 2 മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മീനൊക്കെ കിട്ടി കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ചാറൽ മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ മീൻ പിടിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു തട്ടുകടയുടെ തൊട്ടടുത്താണ് കേട്ടോ. പുഴയോരം തട്ടുകട എന്നാണ് ഇതിൻ്റെ പേര്. തൃശ്ശൂർക്കാർ ഒരുവിധം പുഴക്കേപ്പാടത്ത് കൂടെ വരുന്ന ആൾക്കാർക്ക് അറിയാം ഈ തട്ടുകട. അതിൻ്റെ തൊട്ടടുത്തുള്ള നല്ല വലിയൊരു തോടുണ്ട് കേട്ടോ. അവിടെ നന്നായിട്ട് മീനും ഉണ്ട്. കുറച്ച് നേരം ഞങ്ങൾ മീൻ പിടിച്ച് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു മഴ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത തട്ടുകടയിൽ കയറി മഴ കൊള്ളാതിരിക്കാൻ കയറി നിന്നതാണ്. എന്നാൽ പിന്നെ 2 ഓംലേറ്റും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് 2 ഓംലേറ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തു. നല്ല ചൂട് ഓംലേറ്റ് കിട്ടി. നല്ല മഴയും മഴയത്ത് നല്ല 2 ചൂട് ഓംലേറ്റും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടേക്ക് കെയർ.